ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെയ് മാസത്തിലെ PSC ബുള്ളറ്റിനിലെ പൊതുവിജ്ഞാനം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത്? കൽക്കരി. പ്രാചീന കേരളത്തിൽ നെയ്തൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത? കടൽ തീരം. നെയ്തൽ, കടൽ തീരം. ബ്രസീൽ പ്രസിഡന്റായ ആദ്യ വനിത? ദിൽമ റുസേഫ്. ബ്രസീൽ പ്രസിഡന്റായ ആദ്യ വനിത ദിൽമ റുസേഫ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരം? ദ്രോണാവലി ഹരിക. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരം ദ്രോണാവലി ഹരിക. ഗ്രീൻ ബെൽറ്റ് എന്ന ആശയം ഉരുത്തിരിഞ്ഞ രാജ്യം? ഇംഗ്ലണ്ട്. കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? തകഴി ശിവശങ്കര പിള്ള. കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? തകഴി ശിവശങ്കര പിള്ള. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത്? മലേറിയ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നത് മലേറിയ. 1 എന്ന കേരള സ്റ്റേറ്റ് നമ്പർ കാർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത് ആര്? മുഖ്യമന്ത്രി. 1957 EMS മന്ത്രിസഭയിലെ തദ്ദേശ ഭരണവകുപ്പ് മന്ത്രി? PK ചാത്തൻ. അതിവർഷങ്ങളിൽ പുതിയൊരു മാസമുള്ള കലണ്ടർ ഏത്? യഹൂദ കലണ്ടർ. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. 1972 ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഇന്ത്യ പാക് കരാർ ഒപ്പിട്ട നഗരം? ഷിംല. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത്? രാജ് നാരായണൻ. സംരക്ഷക പ്രഭു എന്നറിയപ്പെട്ടത്? ഒളിവർ ക്രോംവെൽ. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി? ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. അതും കൂടെ ഓർത്തു വെച്ചോണേ. 1959 ഇന്ത്യയിൽ ഏത് നഗരത്തിലാണ് ടെലിവിഷൻ സംപ്രേഷണം ആദ്യമായി നടത്തിയത്? ന്യൂഡൽഹി. 1972 ജൂലൈയിൽ ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഇന്ത്യ പാക് കരാർ ഒപ്പിട്ട നഗരം? ഷിംല. 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. കലാമണ്ഡലത്തിൻ്റെ പ്രഥമ സെക്രട്ടറിയായിരുന്നത്? മുകുന്ദരാജ. കലാമണ്ഡലത്തിൻ്റെ പ്രഥമ സെക്രട്ടറിയായിരുന്നത് മുകുന്ദരാജ. സലാം ബോംബെ എന്ന സിനിമ സംവിധാനം ചെയ്തത്
മീര നായർ. ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ. ഗവർണറായ ആദ്യ മലയാളി വി പി മേനോൻ. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദർബനിനടുത്ത് ഫിനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം 1904. ഗാന്ധിജിയെ നെഹ്റു ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം ലക്നൗ 1916. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ച മഹാൻ മഹാത്മാഗാന്ധി. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് രാജ് നാരായണൻ. കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് തിരുവനന്തപുരം. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി മെഗസ്തനീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപായ മജുലി ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഓസ്ട്രേലിയൻ വൻകരയെയും ടാസ്മാനിയ ദ്വീപിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ബാസ് കടലിടുക്ക്. ഓസ്ട്രേലിയയിലെ ഏറ്റവും നീളം കൂടിയ നദി മുറേ ഡാർലിംഗ്. ശരീരത്തിലെ ഭടന്മാർ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പെട്രോളിയം. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനദാനം നടക്കുന്ന നഗരം സ്റ്റോക്ക്ഹോം. സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ നോബൽ സമ്മാനദാനം നടക്കുന്ന നഗരം സ്റ്റോക്ക്ഹോം. സരിസ്ക ടൈഗർ സാങ്ച്വറി എവിടെയാണ്? അൽവാർ. സരിസ്ക ടൈഗർ സാങ്ച്വറി എവിടെയാണ്? അൽവാർ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാൾ. കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ടത് സ്വാതി തിരുനാൾ. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. ഈ PSC ബുള്ളറ്റിൽ ഇങ്ങനെയാണ് ഇവർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോളൂ. ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. സലാർജംഗ് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദിൽ. സലാർജംഗ് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദിൽ. ഗലീലിയോ ഏതു രാജ്യത്താണ് ജനിച്ചത്? ഇറ്റലി. സാരേ ജഹാംസെ അച്ച എന്നു തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. സാൻജോ പാൻസ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് സെർവാൻറ്റിസ്.
സിഗരറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടെയിൻ. സിഗരറ്റ് ലൈറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടെയിൻ. സിസ്റ്റർ അൽഫോൻസയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം. സിസ്റ്റർ അൽഫോൻസയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം. ഹിന്ദി സാഹിത്യത്തിന് തുടക്കം കുറിച്ച പൃഥ്വിരാജ റാസോ എന്ന കൃതി രചിച്ചത് ചന്ദ്രവരദായി. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം വെള്ളൂർ. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം വെള്ളൂർ. ഹിമാലയത്തിൻ്റെ പാദഭാഗത്തുള്ള പർവ്വതനിരകൾ ശിവാലിക്. ഹിസ്പാനിയോള ദ്വീപിലെ രാജ്യങ്ങൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഹെയ്ത്തിയും. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം മസ്തിഷ്കം. ഹണ്ടിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം മസ്തിഷ്കം. ഹിജറ വർഷത്തിലെ അവസാനത്തെ മാസം ദുൽഹജ്ജ്. ഹിജറ വർഷത്തിലെ അവസാനത്തെ മാസം ദുൽഹജ്ജ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്